ഉണ്ടാക്കിയത് റബ്ബിന്റെ തൗഫീഖാണ്. എന്തിനെ സംരക്ഷിക്കാൻ? വഹാബിയത്തിനെത്തുന്ന ദീനിനെ സംരക്ഷിക്കാൻ. ആദ്യ കാലഘട്ടത്തിലെ സൂക്ഷ്മശാലികളായ ആലിമീങ്ങൾ ഉണ്ടായി, കണ്യത്തിന് ശിഷ്യന്മാര്. ബഹുമാനപ്പെട്ട എന്താ പറയാ, തായക്കോട് കുഞ്ഞൽ മുസ്ലിയാർ എന്ന സുന്നത്യമായത്തിന്റെ നെടുനീളൻ നേതാവിന്റെ ബഹുമാന ഷെയ്ഖുന ശംസുൽ ഉലമയുടെ മഹാനായ ഷെയ്ഖുന കോട്ടുമ അബൂബക്കർ മുസ്ലിയാരുടെ നവറല്ലാഹു മറാഖിദഹും എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചെമ്മങ്കടവിൽ ഷെയ്ഖുന കൗട്ടുമൽ ഉസ്താദ് ദർസ് നടത്തുന്ന കാലത്ത് ചെമ്മങ്കടവിലേക്ക് വന്നു ആര്? പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ദർസ് നടത്തി ഇവിടെ ഇരുന്നോളൂ, പൂക്കോയ തങ്ങളെ ജമാഅത്തിന് ഉണ്ടോന്നാണ്. എന്തേ ഉണ്ടായെന്ന് വെച്ചു. അവിടെ ബാപ്പുവാജി ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട് ജമാഅത്തേർക്ക്. അതിന് ഒരു ദീനീ സ്ഥാപനത്തിന് തറക്കല്ലിടണം, അറബി കോളേജിന് തറക്കല്ലിടണം എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ദർസ് നടത്തിയിരുന്നാൽ ദീനാണ് പോകുന്നുണ്ടാവും. അപ്പോൾ കിട്ടിയ കുപ്പായിട്ട് വന്നു ആര്? കോട്ടുമൽ അബൂബക്കർ മുസ്ലിയാർ നേരെ വന്നു. നേരെ വന്നിട്ട് പാണക്കാട്ട് വന്നപ്പോഴത്തേന് തങ്ങളെ കാറ് പോയി, അവിടെ ഇരുന്നു. അസറായി തങ്ങൾ തിരിച്ചു വരാൻ. തിരിച്ചു വന്നപ്പോൾ രണ്ടാളും കൊലയുമുണ്ട്. ആര്? പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും കോട്ടുമൽ അബൂബക്കർ മുസ്ലിയാരും ഉണ്ട്. ആ സമയത്ത് എന്ത് പറഞ്ഞു? ഈ കയ്യിന് പിടിച്ച് മുത്തി രണ്ടാളും. എന്നിട്ട് പറഞ്ഞു, ഈ കയ്യിന് ഒരു ബർക്കത്തുമില്ല എന്ന് പറയുന്നവരെ കെട്ടിടത്തിന് തറക്കല്ലിടാനാണ് ഇപ്പൊ ഇവിടുന്ന് പോയി വരുന്നത്. അപ്പോൾ ഒരു നിമിഷം നിന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ കല്ലിന്റെ ബർക്കത്ത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് ബാപ്പു ആജിയും ജമാഅത്ത് നേതൃത്വം തെറ്റി. ആ ആധാരക്കെട്ട് നേരെ പാണക്കാട് എത്തിച്ചു കൊടുത്തു. ബാപ്പക്കത്തങ്ങളും ഷെയ്ഖുനയും ശംസുലൈം റഹ്മത്തുള്ളാഹിയും ഒന്നിച്ചു കൂടി. പിന്നെ കേരളീയ വിദ്യാഭ്യാസ വിപ്ലവ സുന്നികൾക്കുണ്ടായത് എന്തിലൂടെ? പട്ടിക്കാടിയാമയിൽ അവരാണ് ഇവിടുത്തെ താർക്കികന്മാര്. ഇവരെ സുന്നത്യമായത്തിനെതിരായ വാക്ക് പറഞ്ഞാൽ ഉടനെ ചാടിയിരുന്നത് ആരാണ്? സുന്നത്യമായത്തിലുള്ളവർക്കല്ലേ ചാടാൻ കഴിയുള്ളൂ. ഇല്ലാത്തവരെ എങ്ങനെയാടും? കോളേജ് പഠിച്ചത് കാര്യമില്ലല്ലോ, അത് തലയിലേറണ്ടേ? ആര് ശിഷ്യന്മാരാ? ഈ മഹാന്മാരെ ശിഷ്യന്മാരാണത്. ആ പൈസകൾ ഏകദേശം തീർന്നു തുടങ്ങാണ്, അല്ലെങ്കിൽ തുടങ്ങി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ റെനിസൻസ് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നിയോ ട്രഡീഷണൽ മൂവ്മെന്റ് എന്ന് പറയും. പുതിയ പാരമ്പര്യവാദം. ഈ നിയോ ട്രഡീഷണൽ മൂവ്മെന്റ് 900 കാലഘട്ടത്തിൽ ലോകരാജ്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പൊ വന്നു. എന്താ നിയോ ട്രഡീഷണൽ മൂവ്മെന്റ്? പാരമ്പര്യവാദം, പുതിയ പാരമ്പര്യവാദം. പുതിയ പാരമ്പര്യവാദം എന്ന് പറഞ്ഞാൽ വഹാബിയെയും കുറച്ച് അംഗീകരിക്കാം. ഇബ്നു തൈമിയ്യ ആരാൻ വലിയ ആളാണ്, മനസ്സിലായോ? പറഞ്ഞു ഇതാണ് നിയോ ട്രഡീഷണൽ മൂവ്മെന്റ് എന്ന് പറയും. ഇത് ലോകരാജ്യങ്ങളിൽ 900 കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്, 900 തുടക്കത്തിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ നാട്ടിലെയും തകർന്നുപോയി. ഞാൻ ഉദാഹരണം പറയാം. ഇമാം ഖസ്തല്ലാനി പഠിപ്പിച്ച മുദരിസായ സ്ഥാപനമാണ് അസ്ഹർ. ഹാഫിൾ ഇബ്നു ഹജർ അസ്കലാനി മുദരിസായ സ്ഥാപനമാണ് അസ്ഹർ. ഹാഫിൾ ജലാലുദ്ദീൻ സുയൂത്തി മുദരിസായ സ്ഥാപനമാണ് അസ്ഹർ. ബഹുമാനപ്പെട്ട തഖിയുദ്ദീൻ സുബ്കി, താജുദ്ദീൻ സുബ്കി, ഇബ്നു ഹജർ അൽ ഹൈതമി, മഖ്ദൂം അൽ